യക്കൂസ ഗെയിം സീരീസിലെ ഡെവലപ്പറായ ടോഷിഹിറോ നഗോഷി പുതിയ ടീമും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ഗെയിമാണ് ഗ്യാങ് ഓഫ് ഡ്രാഗൺ. ഇതിന്റെ മെയിൻ പ്രോട്ടഗണിസ്റ്റ് ആയിട്ട് വരുന്നത് മാങ് ഡോങ് സിയോ എന്ന് പറയുന്ന റിയൽ ലൈഫുള്ള ഒരു ആക്ടറാണ്. പുള്ളിക്കാരന്റെ പേര് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല, പക്ഷെ ഒരു ഫോട്ടോ കാണിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ ഷിങ് ജിങ് സോങ് എന്ന് പറയുന്ന ഒരു ഹൈ റാങ്കിങ് മെമ്പർ ഓഫ് കൊറിയൻ ക്രൈം സിൻഡിക്കേറ്റിലായിട്ടാണ് പുള്ളിക്കാരൻ വരുന്നത്. ടോക്കിയോയിലെ കബു കിച്ചോ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ നടക്കുന്ന ഒരു ക്രൈം ഡ്രാമയെ കുറിച്ചുള്ള ഒരു ഗെയിം ആയിട്ടാണ് ഇത് പോകുന്നത്. എന്തായാലും ഈ ഒരു ഗെയിമിന്റെ ഗെയിം പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു തേർഡ് പേഴ്സൺ കോമ്പാക്ട് സിസ്റ്റം ഒക്കെ ഉള്ള ഒരു സ്ലീപ്പിംഗ് ഡോഗ് സ്ലീപ്പിംഗ് ഡോഗ്സിനെ പോലത്തെ ഒരു വൈബിൽ വരുന്ന ഒരു ഗെയിം ആവാനാണ് സാധ്യത. പിന്നെ കുറച്ച് ബ്രൂട്ടൽ ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസും ഒക്കെ ഉണ്ടാവണം. ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പം വയലന്റ് ആയിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിലും അത്യാവശ്യം നല്ല ബ്രൂട്ടൽ ആയിട്ടുള്ള കോമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെന്ന് പ്രതീക്ഷിക്കാം. നീ ആരെയാണ് പേടിപ്പിക്കുന്നേ? ഇത് ഈ ഒരു ഗെയിം ആണെങ്കിൽ നമ്മുടെ PC-യിലുള്ള സ്റ്റീമിൽ റിലീസ് ആവുമെന്ന് ഇപ്പോൾ കൺഫേം ആണ്. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു കിഡിലൻ അപ്ഡേറ്റ് ആണ്. ലിയോൺ എസ് കെനഡി ഈസ് ബാക്ക്. അതായത് റെസിഡന്റ് ഈവിൾ 9 നമ്മുടെ ലിയോൺ എസ് കെനഡി ഒരു പ്ലേയബിൾ മെയിൻ ക്യാരക്ടറായിട്ട് വരാൻ പോവുകയാണ്. കെനഡി എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കും വരുന്നത്. കാരണം റെസിഡന്റ് ഈവിൾ 2 പുള്ളിക്കാരൻ ഒരു 20s ഒരു ടൈം പീരീഡ് ആണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഗെയിമിൽ വരുമ്പോൾ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കും വരുന്നത്. എടാ ജെഫിന്റെ തള്ള തെരേസയുടെ കൂടെ കണ്ട് പഠിച്ചു കിടന്നല്ലടാ നീ. ഇപ്പൊ അവളുടെ ചെറുക്കന്റെ കൂടെ കളിച്ചു കിടക്കുന്നു. നീ നാളെ അവനൊരു ചെറുക്കൻ ഉണ്ടാകുമ്പോ അതിന്റെ കൂടെ കളിക്കാൻ പറ്റുന്നേ. എടാ മുതുകാളെ നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്. അത് മാത്രമല്ല, ഗ്രേസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സർവൈവൽ ഹൊറർ സ്റ്റെൽത്തും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യും, ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ ലിയോണിലോട്ട് അത് തിരിച്ചു വരുമ്പോൾ പുള്ളിക്കാരൻ കൂടുതലും ആക്ഷനും പിന്നെ കോമ്പാക്ട് സിസ്റ്റവും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ടായിരിക്കും പുള്ളിക്കാരൻ വരുന്നത്. ലിയോൺ ആണെങ്കിൽ ഈ ഒരു ഗെയിമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ഗൈഡ് ആയിട്ടാണ് വരുന്നത്. അതായത് ഗ്രേസ് ആഷ്ക്രോഫ്റ്റിന്റെ ഒരു ഗൈഡായിട്ടും പിന്നെ ഒരു മെന്ററായിട്ടുമാണ് പുള്ളിക്കാരൻ ഇതിൽ റോൾ എടുക്കുന്നത്. പുള്ളിക്കാരൻ ഈ ഒരു ക്യാരക്ടറിലായിരിക്കും ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ പുള്ളിക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒക്കെയാണ് വരുന്നത്.